ഹലോ. നമ്മളിന്ന് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നമ്മൾ ഓൾറെഡി മോർണിംഗിൽ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്നൊരു ഈവനിങ് ആയിട്ടുള്ള സമയം, എനിക്ക് തോന്നുന്നു ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. ആ സമയത്തേക്കാണ് നമ്മൾ പുറത്ത് പോണത്. ഇത് നമ്മളിവിടെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. അവിടെ നിന്ന് എന്തോ ഭയങ്കരമായിട്ടുള്ള എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, സൺഡേ ആയതുകൊണ്ടായിരിക്കും. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു വേറൊരു കാഴ്ച. ഇതാണ് ഗൈസ് ശരിക്കും റെസ്റ്റ് ഇൻ പീസ്. എന്തൊരു സമാധാനമുള്ളൊരു പള്ളിപ്പറമ്പ്, അല്ല ശവപ്പറമ്പ്. നമ്മളുടെയൊക്കെ നാട്ടിലെ ശവപ്പറമ്പ് കണ്ടു കഴിഞ്ഞാൽ ശവങ്ങൾ പോലും പേടിച്ചു പോകും. അത്രയും ഭയാനകരമായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ് നമ്മൾ സംഭവം സ്ഥലത്തെത്തിക്കണം. ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5:30 മണിയൊക്കെ അയക്കണമെങ്കിലും അത്യാവശ്യം നല്ല സൂര്യനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പേ പാർക്കിംഗ് ആണ്. ഇത്ര സമയത്തിന് ഇത്ര പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ 8:30 വരെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 8:30 വരെ ഉള്ളതിനുള്ള പേ ചെയ്തിട്ട് നമ്മൾ പോരുകയാണ്. ആൻഡ് കാക്കു എന്തൊക്കെയാണ് പാർക്കിനെ പറ്റി ഭയങ്കര തത്വം പറയുന്നുണ്ട്. പിന്നെ ഒക്കെ പൊട്ടത്തരായതുകൊണ്ട് പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. എന്തൊക്കെയാണ് പറയണത് പാവം. നമ്മൾ മാക്സിമം പറ്റാവുന്ന അത്രയും വീഡിയോസ് ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്ലിപ്പിങ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് ഫുൾ ടൈം ഫോണിൽ തന്നെ ഇരിക്കുന്ന ഒരു പരിപാടി ആകുമ്പോൾ രണ്ടുപേർക്കും മടുപ്പാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കുറച്ച് വീഡിയോസ് എടുക്കും, ബാക്കിയൊക്കെ പിന്നെ നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. ഒരുപാടൊന്നും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കാറില്ല. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു ലേക്കാണ് കേട്ടോ. ഈ ഒരു ലേക്കാണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അവരവിടെ അങ്ങനെ കുറച്ച് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഒരു ലേക്ക് ഉണ്ടാക്കി. അതിന് പിന്നെ എൻ്റെ സൈഡിലൊക്കെ നടക്കാനൊക്കെ ഉള്ള പ്ലേസും ചെറിയ ചെറിയ കുന്നും. സത്യത്തിൽ ഞാൻ ഇങ്ങനത്തതൊക്കെ നമ്മുടെ ഈ കാർട്ടൂൺസിലും പിന്നെ ഇംഗ്ലീഷ് മൂവീസിൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഭയങ്കര ആളുകളുണ്ട്, വീക്കെൻഡ്സ് ആയതുകൊണ്ടായിരിക്കും. കുറേ പേരിരുന്ന് പഠിക്കുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്, ചിലർ പാടുന്നുണ്ട്, ചിലർ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് കുക്കിങ്ങും പരിപാടിയും ചെയ്യുന്നവരുണ്ട്. അവിടെ അതേപോലെ കുഞ്ഞു മക്കൾ കളിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ കുറേ സേവ് ദ ഡേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല, കുറേ ഫോട്ടോഷൂട്ടും പരിപാടി അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ആ ലേക്കിൽ പിന്നെ കുഞ്ഞു ഫിഷും ഉണ്ട് കേട്ടോ. ഫിഷും താറാവൊക്കെ ഉണ്ട്. താറാവ് ഈ മീനിനെ കഴിക്കൂലേ എനിക്കറിയില്ല. ആൻഡ് ഈ കിളി ആ ലൈറ്റിൽ വന്ന് ഇരിക്കും പറക്കും. ഞാൻ എന്നിട്ട് അത് പറക്കുന്നൊരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം പിടിച്ചിരുന്നു. പക്ഷേ കിളി പറന്നില്ല ഗൈസ്, എന്നെ പറ്റിച്ചു. ആൻഡ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ 8:30 വരെയാണല്ലോ നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിങ്ങനെ നടന്നു. കാരണം വൈകുന്നേരം ആയി തുടങ്ങിയില്ലേ, എത്ര നേരമാവും, കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. എനിക്ക് പിന്നെ ഒരുപാട് സമയം അങ്ങനെ ഒരിടത്ത് ഞാൻ അങ്ങനെ ഇരിക്കുന്നൊരു ടൈപ്പൊന്നുമല്ല. ആൻഡ് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഓവർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്, പൈസ ഓവർ ആവണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ പിശുക്കത്തരം കൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ പോന്നു. ഇവിടെ ഞാൻ എന്തൊക്കെയോ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ വലിയൊരു ഐഡിയ ഇല്ല. ആൻഡ് അതാണ് ഗൈസ് നമ്മുടെ വണ്ടി. അതിലൊരു വണ്ടി. പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടിന്, അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.